നാനോ ഇലക്ട്രോണിക്സിൻ്റെ ഇന്നത്തെ സെഷനിൽ നമ്മൾ കവർ ചെയ്യുന്നത് ക്വാണ്ടം വെൽ, വയർ, ഡോട്ട്, അതിനോടൊപ്പം അതിൻ്റെ ഡെറിവേഷൻ ബേസ്ഡ് ഓൺ ഷ്രോഡിംഗർ ഇക്വേഷനാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നാനോ സ്ട്രക്ചേഴ്സ് എന്താണെന്ന് ചെക്ക് ചെയ്യാം. ക്വാണ്ടം വെൽ, ക്വാണ്ടം വയർ, ക്വാണ്ടം ഡോട്ട്സ് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു മെറ്റീരിയൽ എടുക്കുകയാണ്. ഞാനിവിടെ എടുക്കുന്നത് കാഡ്മിയം സെലിനൈഡ് ആണെന്ന് അസ്യൂം ചെയ്യുക. അതിൻ്റെ സൈസ് ഫസ്റ്റ് ഓഫ് ഓൾ സെൻറ്റിമീറ്റർ റേഞ്ചിലുണ്ടായിരുന്നു അസ്യൂം ചെയ്യുക. റൈറ്റ്, ഇനി ഞാനത് മെല്ലെ മെല്ലെ റെഡ്യൂസ് ചെയ്ത് 100 നാനോമീറ്ററും അതിൻ്റെ പ്രോക്സിമിറ്റി ആയിട്ട് വരുന്ന ലെന്ത് എത്തുമ്പോൾ അതിൽ സം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് പലതും കാണിക്കാൻ തുടങ്ങും. അത് പ്രത്യേകം നോക്കണം. 100 നാനോമീറ്ററിൻ്റെ കാലം ലോവറായി തുടങ്ങുമ്പോൾ അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഓരോ പ്രോപ്പർട്ടീസ് കാണാൻ തുടങ്ങും. സോ ഇവിടെ ഞാൻ ഫസ്റ്റ് കാണിച്ചിരിക്കുന്ന അതിൻ്റെ സൈസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ്. കാഡ്മിയം സെലിനൈഡാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ കാഡ്മിയം സെലിനൈഡിൻ്റെ സൈസുമായിട്ട് അതിൽ നിന്ന് എമിറ്റ് ചെയ്ത് പോകുന്ന ലൈറ്റിൻ്റെ കളർ ഒന്ന് ചെക്ക് ചെയ്യുക. വലിയ സൈസ് ആയിരുന്നപ്പോൾ അത് റെഡ് ലൈറ്റ് എമിറ്റ് ചെയ്തു. ചെറിയ സൈസിലേക്ക് എത്തിയപ്പോഴോ അത് ഗ്രീൻ ലൈറ്റിൻ്റെ ഫോമിലാണ് എമിറ്റ് ചെയ്ത് പോകുന്നത്. അതായത് ആ മെറ്റീരിയലിൻ്റെ സൈസ് വേരി ചെയ്തപ്പം അതിൽ നിന്ന് എമിറ്റ് ചെയ്ത് വരുന്ന കളറിൽ വരെ ഡിഫറൻസ് ഉണ്ടായി എന്നുള്ളതാണ് ഇവിടുത്തെ ക്രിട്ടിക്കലി മനസ്സിലാക്കേണ്ട കാര്യവും. സോ ഇങ്ങനെ സൈസ് റെഡ്യൂസ് ചെയ്ത് ജനറേറ്റ് ചെയ്യപ്പെടുന്ന മെറ്റീരിയലാണ് ബേസിക്കലി നാനോ സ്ട്രക്ചറായിട്ട് വരുന്നത്. അതിന് എക്സാമ്പിൾസാണ് ക്വാണ്ടം വെൽസ്, വയേഴ്സ് ആൻഡ് ഡോട്ട്സ്. ഇങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന ഈ നാനോ സ്ട്രക്ചറിനെ തന്നെയാണ് ലോ ഡയമെൻഷണൽ സ്ട്രക്ചർ എന്നും മെൻഷൻ ചെയ്യുന്നത്. ഇതിൻ്റെ പ്രോപ്പർട്ടീസ് നമുക്ക് ക്വാണ്ടം മെക്കാനിക്സ് വെച്ചാണ് അനലൈസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ആക്ച്വലി ക്വാണ്ടം വെൽ, വയർ ആൻഡ് ഡോട്ടായിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ ഇതിൻ്റെ ഡെറിവേഷൻ പാർട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് എന്താണെന്ന് നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ചെക്ക് ചെയ്യാം. ഒരു പർട്ടിക്കുലർ എനർജി ഇൻ്റർവെല്ലിൽ എത്ര നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ഇലക്ട്രോൺസിന് ഒക്യുപ്പൈ ചെയ്യത്തക്ക രീതിയിൽ ഉണ്ട് എന്ന് മെൻഷൻ ചെയ്യുന്നതാണ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ്. സോ ബേസിക്കലി ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ കോൺസെൻട്രേഷനാണ്. ഒരു പർട്ടിക്കുലർ എനർജി വാല്യൂയിലുള്ള ഇലക്ട്രോൺസിൻ്റെ അൾട്ടിമേറ്റ് കോൺസെൻട്രേഷനാണ് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ്. അതിൻ്റെ എക്സ്പ്രഷൻ ഈ ഫോമിലാണ് വന്നു പോകുന്നത്. ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഈക്വൽ ടു dN/dE ഈക്വൽ ടു dN/dK ഇൻറ്റു dK/dE. dN/dE കാണിക്കുന്നതും ഇത് തന്നെയാണ്. ഡി എന്ന് പറയുന്ന ചെറിയ എനർജി ഇൻ്റർവെല്ലും സിമിലർലി dN എന്ന് പറയുന്ന അതിൻ്റെ ഇൻഎഫക്റ്റ് ഇലക്ട്രോൺസിൻ്റെ കോൺസെൻട്രേഷനുമാണ്. സോ ഇങ്ങനത്തുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസിൽ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സിൻ്റെയും സിമിലർലി ഡിഗ്രി ഓഫ് കൺഫൈൻമെൻറ്റും എങ്ങനെ വേരി ചെയ്യുന്നു എന്നുള്ളത് ഞാൻ ഫസ്റ്റ് ഫിഗറിൻ്റെ ഫോമിൽ കാണിക്കുകയാണ്. അതാണ് പിന്നീട് നമ്മൾ ഫൈനലി ഡെറൈവ് ചെയ്ത് മാറ്റുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ബൾക്ക് മെറ്റീരിയൽ, നമുക്ക് കോമൺലി അറിയാവുന്ന മെറ്റീരിയലാണ്. ആ ബൾക്ക് മെറ്റീരിയലാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സിൻ്റെ ഫിഗർ നോക്കുക. ആൾമോസ്റ്റ് 1 - എക്സ്പോണൻഷ്യലിൻ്റെ ഫോമിലാണ് അത് വന്നു പോകുന്നത്. ഇവിടെ നോക്കേണ്ട അടുത്ത കാര്യം ഡിഗ്രി ഓഫ് കൺഫൈൻമെൻറ്റ് എന്ന് വെച്ചാൽ ഇലക്ട്രോൺ മോഷൻ എവിടെയൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അതിൻ്റെ മീനിങ്. ഇവിടെ ഒരു ഡയമെൻഷനിലും റെസ്ട്രിക്റ്റ് ചെയ്തിട്ടില്ല. അതായത് ഇലക്ട്രോണിന് എങ്ങോട്ട് വേണോ പോകാം, എക്സ് ആക്സിലോ വൈ ആക്സിലോ ഇസഡ് ആക്സിലോ ഏത് ആക്സിസിലോ വേണോ ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റുന്നതാണ് ആക്ച്വലി ബൾക്ക് മെറ്റീരിയൽ. ഇവിടുത്തെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സാണ് dN/dE ആയിട്ട് തന്നിരിക്കുന്നത്. അതിൻ്റെ ജനറൽ എക്സ്പ്രഷൻ √E ആയിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസസിൽ S3 പഠിച്ചിട്ടുള്ളതാണ്. സോ ഈ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ മാർക്ക് ചെയ്യിക്കുന്നത്. കണ്ടക്ഷൻ ബാൻഡിലുള്ള ഇലക്ട്രോണും സിമിലർലി വാലൻസ് ബാൻഡിലുള്ള ഹോൾസിനും ഫ്രീ ആയിട്ട് 3 ഡയമെൻഷനിൽ മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അതിനോടൊപ്പം നോട്ട് ചെയ്യേണ്ടത് ഇവിടെ കോണ്ടൈസേഷൻ ഒന്നും തന്നെയും നടത്തിയിട്ടില്ല. പാർട്ടിക്കിൾ മോഷന് ഒരു കോണ്ടൈസേഷനും ഇവിടെ നടത്തിയിട്ടില്ല. നെക്സ്റ്റ് നമുക്ക് ക്വാണ്ടം വെല്ലിൻ്റെ കേസ് നോക്കാം. ക്വാണ്ടം വെല്ലിൻ്റെ കേസിൽ ഇലക്ട്രോൺ മോഷൻ ഒരു ഡയമെൻഷനിൽ റെസ്ട്രിക്റ്റഡ് ആണ്. ബാലൻസ് വരുന്ന 2 ഡയമെൻഷനിൽ അതിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അതാണ് ഈ കോളത്തിൻ്റെ 1D ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഡിഗ്രി ഓഫ് കൺഫൈൻമെൻറ്റ് 1D ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്ന റീസൺ അതാണ്. ഒരു ആക്സിസിൽ അല്ലെങ്കിൽ ഒരു ഡയമെൻഷനിൽ അതിൻ്റെ ഇലക്ട്രോൺ മോഷൻ റെസ്ട്രിക്റ്റഡ് ആണ്. അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് നാനോ റോഡ്, നാനോ ട്യൂബ് എല്ലാം തന്നെ. ഇലക്ട്രോൺസിന് ബാലൻസ് വരുന്ന 2 ഡയമെൻഷനിലും ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും. ക്വാണ്ടം വെൽ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യുന്നുള്ളത് ഇതിന് മുമ്പിലുള്ള എൻ്റെ ട്യൂട്ടോറിയൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഒരു കാറ്റിൻ്റെ കേസ് എടുത്ത് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഒരു ബാൻഡ് ഗ്യാപ്പ് കുറഞ്ഞ മെറ്റീരിയലിന് ചുറ്റുമായിട്ട് ഹയർ ബാൻഡ് ഗ്യാപ്പ് മെറ്റീരിയൽ പ്ലേസ് ചെയ്യുമ്പോൾ ആക്ച്വലി ഒരു ക്വാണ്ടം വെല്ലാണ് ഉണ്ടാകുന്നത്. ആ ബാൻഡ് ഗ്യാപ്പ് കുറഞ്ഞ മെറ്റീരിയലിൽ അകപ്പെടുന്ന ഇലക്ട്രോണിന് ഹയർ ബാൻഡ് ഗ്യാപ്പ് സറൗണ്ട് ഇരിക്കുന്ന മെറ്റീരിയലിലേക്ക് ഒരിക്കലും ജമ്പ് ചെയ്ത് പോകാൻ പറ്റില്ല അൺലെസ് ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ സം എനർജി. അതാണ് ബേസിക്കലി ക്വാണ്ടം വെല്ലിൻ്റെ കൺസെപ്റ്റ് ആയിട്ട് വരുന്നത്. അതിൻ്റെ കറസ്പോണ്ടിങ് ഫിഗറാണ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ഒരു സീക്വൻസ് ഓഫ് ക്വാണ്ടം വെൽസ് ഉണ്ട്. ആ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്ന ഒരു ഇലക്ട്രോണാണ്. ഇലക്ട്രോൺ ഈ വെല്ലിനകത്ത് അകപ്പെട്ട് കഴിഞ്ഞാൽ ഒരിക്കലും ആ വെല്ലിന് പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല അൺലെസ് ഇറ്റ് ഈസ് സപ്ലൈഡ് ബൈ സം എനർജി. എന്തെങ്കിലും ഒരു എനർജി കൊടുക്കുന്നുണ്ടെങ്കിൽ മാത്രമേ വെല്ലിന് പുറത്തോട്ട് പോകാൻ കഴിയുള്ളൂ. ഈ കൺസെപ്റ്റ് വരുന്നതാണ് ക്വാണ്ടം വെൽ. നെക്സ്റ്റ് നമുക്ക് ക്വാണ്ടം വയറിൻ്റെ കേസിലേക്ക് പോകാം. ക്വാണ്ടം വെല്ലിൽ ഒരു ഡയമെൻഷനിലുള്ള ഇലക്ട്രോൺ മോഷൻ റെസ്ട്രിക്റ്റ് ചെയ്തപ്പോൾ ക്വാണ്ടം വയറിലോ 2 ഡയമെൻഷനിലും ഇലക്ട്രോൺ മോഷൻ റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ് ചെയ്തിരിക്കുന്നത്. ബാലൻസ് വരുന്ന ഒരു സിംഗിൾ ഡയമെൻഷനിൽ മാത്രമേ ഇലക്ട്രോൺസിന് ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റൂ. അതിന് ബെസ്റ്റ് എക്സാമ്പിളാണ് നാനോ സീഡ്.
ക്വാണ്ടം വയർ മനസ്സിലാക്കാൻ നമ്മൾ സാധാരണ വീട്ടിൽ യൂസ് ചെയ്യുന്ന ഇലക്ട്രിക്കൽ വയർ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇലക്ട്രിക്കൽ വയറിലെ ഇലക്ട്രോൺ മോഷൻ എന്ന് പറയുന്നത് ഒറ്റ പ്ലെയിനിലായിട്ടാണ് വന്നു പോകുന്നത്. ബാലൻസ് വരുന്ന 2 ഡയമെൻഷനിലും അതിന്റെ മോഷൻ റെസ്ട്രിക്റ്റഡ് ആണ്. സോ ഇത് ഉണ്ടാക്കാൻ ഒരു സെമി കണ്ടക്ടർ വയറിന് ചുറ്റും ഹെവിയർ ബാൻഡ് ഗ്യാപ്പ് അല്ലെങ്കിൽ ലാർജർ ബാൻഡ് ഗ്യാപ്പ് ഉള്ള മെറ്റീരിയൽസ് പ്ലേസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുവഴി ഇലക്ട്രോൺ മോഷൻ ബാലൻസ് വരുന്ന 2 ഡയമെൻഷനിലും റെസ്ട്രിക്റ്റഡ് ആക്കുകയാണ് ചെയ്യുന്നത്. സോ അതിന്റെ കറസ്പോണ്ടിങ് ഫിഗേഴ്സ് നമുക്ക് ചെക്ക് ചെയ്യാം. ക്വാണ്ടം വയറിലെ ഡിഗ്രി ഓഫ് കൺഫൈൻമെന്റ് 2D ആണെന്ന് ഞാൻ മെൻഷൻ ചെയ്തു. അടുത്ത് നോക്കേണ്ട ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് dN/dE എന്ന് പറയുന്നത് 1/√T ആയിട്ടാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇനി അതിന്റെ ഫിഗറും കൂടെ ചെക്ക് ചെയ്യുക. ഫിഗർ എന്ന് പറയുന്നത് ആൾമോസ്റ്റ് നമുക്ക് ഡിഫറൻഷിയേറ്ററിന്റെ സ്പൈക്ക് കണക്കുള്ള ഔട്ട്പുട്ടാണ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അതിനോടൊപ്പം ബൾക്ക് മെറ്റീരിയലിൽ നിന്ന് ക്വാണ്ടം വയർ എങ്ങനെ ജനറേറ്റ് ചെയ്തു എന്നുള്ള ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഫിഗറും കൂടെ നോക്കുക. നെക്സ്റ്റ് നമുക്ക് 4ാമത്തെ കാറ്റഗറി പോകാം. അതാണ് ക്വാണ്ടം ഡോട്ട്സ്. മെറ്റീരിയലിൻ്റെ സൈസ് ഞാൻ 3 ഡയമെൻഷനിലും ലിമിറ്റ് ചെയ്ത് നാനോമീറ്റർ റേഞ്ചിൽ ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് ജനറേറ്റ് ചെയ്യുന്നതാണ് ക്വാണ്ടം ഡോട്ട്. അതിന് ബെസ്റ്റ് എക്സാമ്പിൾ നാനോ ഡോട്ടാണ്. ഇവിടെ ഇലക്ട്രോൺ മോഷൻ 3 ഡയമെൻഷനിലും റെസ്ട്രിക്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഹോൾ മോഷനും 3 ഡയമെൻഷനിലും റെസ്ട്രിക്റ്റഡ് ആണ്. സോ ഇത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഇതിന് ചുറ്റും വരുന്ന 3 ഡയമെൻഷനിലും ഹെവിയർ ബാൻഡ് ഗ്യാപ്പ് അല്ലെങ്കിൽ ലാർജർ ബാൻഡ് ഗ്യാപ്പ് ഉള്ള മെറ്റീരിയലാണ് പ്ലേസ് ചെയ്യുന്നത്. ഇങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന ക്വാണ്ടം ഡോട്ട്സ് തന്നെയാണ് ആർട്ടിഫിഷ്യൽ ആറ്റംസ് ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. ഇവിടെ ഡിസ്ക്രിറ്റൈസ് ആയിട്ടുള്ള എനർജി ലെവൽസ് ആണ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അതിനോടൊപ്പം ക്വാണ്ടം ഡോട്ടിന് ലാർജർ ബാൻഡ് ഗ്യാപ്പ് ഉണ്ട്. സിമിലർലി ടിപ്പിക്കലി അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 1 to 10 നാനോമീറ്ററുമാണ്. ഇനി അതിൻ്റെ നമുക്ക് ഫിഗർ ഒന്ന് ചെക്ക് ചെയ്യാം. ഫിഗറിൽ ക്വാണ്ടം ഡോട്ട് അവിടെ കാണിച്ചിട്ടുണ്ട്. 3 ഡയമെൻഷനിലും അത് റെസ്ട്രിക്റ്റഡ് ആണ്. അവിടുത്തെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സിൻ്റെ ഫിഗർ നോക്കുമ്പോഴോ എക്സാക്ട്ലി പാരലൽ ലൈൻസ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. സിമിലർലി അവിടുത്തെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സിൻ്റെ എക്സ്പ്രഷൻ ΔE ആണ്. റൈറ്റ്, ആക്ച്വലി ഇവിടെ ജനറേറ്റ് ചെയ്ത് വരുന്ന ഒരു ഇമ്പൾസ് ട്രെയിൻ കണക്കുള്ള ഫംഗ്ഷനാണ് ജനറേറ്റ് ചെയ്ത് വരുന്നത്. നെക്സ്റ്റ് ഈ 3 കാര്യങ്ങൾ, അതായത് ക്വാണ്ടം വെൽ വയർ ഡോട്ടിൻ്റെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സിൻ്റെ എനർജിയുടെ എക്സ്പ്രഷൻസ് ആണ് ഞാൻ നെക്സ്റ്റ് ഡെറൈവ് ചെയ്യാൻ പോകുന്നത്. അത് സ്റ്റാർട്ടിങ് ഫ്രം ഷ്രോഡിംഗർ ഇക്വേഷനിൽ നിന്നാണ് ഞാൻ ഡെറൈവ് ചെയ്ത് പോകുന്നത്. ഇത് ആൾമോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. മുമ്പ് യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻസിനൊക്കെ ചോദിക്കാറുണ്ട്. മേ ബി എസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ക്വാണ്ടം വെല്ലോ ക്വാണ്ടം വയറോ ക്വാണ്ടം ഡോട്ടോ എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ ഡെറിവേഷനും കൂടെ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ്. വെറും ഷോർട്ട് ക്വസ്റ്റ്യൻ ആയിട്ടാണെങ്കിൽ മാത്രമേ ഇതിന് മുമ്പിൽ, അതായത് ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ യൂസ് ചെയ്യാവൂ. ഡെറിവേഷൻ വഴി പോകാനാണ് മാർക്ക് ആവശ്യപ്പെടുന്നെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിന് ശേഷമുള്ള സ്റ്റെപ്സും കൂടെ ഫോളോ ചെയ്യുക. നമുക്കറിയാം, ഒരു ഫിസിക്കൽ സിസ്റ്റത്തിൻ്റെ എല്ലാ ഇൻഫോർമേഷനും ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് വേവ് ഫംഗ്ഷൻ. ഈ വേവ് ഫംഗ്ഷൻ്റെ മാത്തമാറ്റിക്കൽ ഫോമാണ് ആക്ച്വലി ഷ്രോഡിംഗർ ഇക്വേഷൻ്റെ ഫോമിൽ ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഇത് ക്ലാസിക്കൽ മെക്കാനിക്സിലെ ന്യൂട്ടൺസ് ഇക്വേഷന് ഇക്വാലൻ്റ് ആണ്. ഞാൻ ടൈം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഷ്രോഡിംഗർ ഇക്വേഷൻ എഴുതുകയാണ്. -h² ഡിവൈഡഡ് ബൈ 8m പൈ സ്ക്വയർ ഡെൽ സ്ക്വയർ psi പ്ലസ് v psi ഈക്വൽ ടു IH ക്രോസ് അല്ലെങ്കിൽ IH/2π d/dt ഓഫ് psi. ഇതിനെ ഞാൻ ഇക്വേഷൻ 1 ആയിട്ട് മാർക്ക് ചെയ്യാണ്. ബട്ട് നമുക്കറിയാം ഡെൽ സ്ക്വയർ psi എന്ന് പറയുന്നത് ലാപ്ലേഷ്യൻ ആണ്. സോ ഡെൽ സ്ക്വയർ psiനെ എനിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. d² psi/dx² പ്ലസ് d² psi/dy² പ്ലസ് d² psi/dz². ഇതിനെ ഞാൻ ഇക്വേഷൻ 2 ആയിട്ട് മാർക്ക് ചെയ്യാണ്. ഫസ്റ്റ് എക്സ്പ്രഷനിൽ വിയുടെ ടേം എന്ന് പറയുന്ന പൊട്ടൻഷ്യൽ ടേമാണ്. സോ നമുക്ക് ടൈം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഷ്രോഡിംഗർ ഇക്വേഷൻ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ടൈം ഇൻഡിപെൻഡൻറ്റ് ഷ്രോഡിംഗർ ഇക്വേഷൻ എന്ന് പറയുന്നത് -h² / 8m π². ഫസ്റ്റ് എക്സ്പ്രഷൻ്റെ ആൾമോസ്റ്റ് സിമിലർ ആണ്. ഡെൽ സ്ക്വയർ psi പ്ലസ് v psi ഈക്വൽ ടു റൈറ്റ് ഹാൻഡ് സൈഡാണ്. ടൈം ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് ടൈം ഒരിക്കലും വരില്ല. അവിടെ എനർജി ടേമാണ് വരുന്നത് E × psi. ഇക്വേഷൻ 3 ആയിട്ട് ഞാനിത് മാർക്ക് ചെയ്യാണ്. നെക്സ്റ്റ് ഞാനിത് 1 ഡയമെൻഷൻ കേസിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. 1 ഡയമെൻഷൻ കേസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഡെൽ സ്ക്വയർ psiക്ക് ഞാൻ ഏതെങ്കിലും ഒരു ഡയമെൻഷൻ മാത്രം എടുക്കുകയാണ്. സോ അതുകൊണ്ട് ഞാൻ ഇവിടെ എക്സ് ഡയമെൻഷൻ മാത്രം എടുക്കുകയാണ്. സോ അതിൻ്റെ ഇക്വേഷൻ -h² / 8m π² ഡെൽ സ്ക്വയർ psiക്ക് വരാം d² psi/dx² പ്ലസ് v psi ഈക്വൽ ടു E psi. ഞാൻ ഇക്വേഷൻ 4 ആയിട്ട് മാർക്ക് ചെയ്യാണ്. ഇക്വേഷൻ 4ൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പൊട്ടൻഷ്യൽ V അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് വേവ് ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ഇൻഫർമേഷനാണ്. സോ ഞാൻ അതുകൊണ്ട് തന്നെ പാർട്ടിക്കിൾ ഇൻ എ പൊട്ടൻഷ്യൽ ബോക്സ് ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ കാൽക്കുലേറ്റ് ചെയ്യാം. പാർട്ടിക്കിൾ ഇൻ എ പൊട്ടൻഷ്യൽ ബോക്സ്. പാർട്ടിക്കിൾ ഇൻ എ പൊട്ടൻഷ്യൽ ബോക്സ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ ഒരു ബോക്സ് എടുക്കുകയാണ്. ആ ബോക്സിൽ ഒരു പാർട്ടിക്കിൾ ഉള്ളതായിട്ട് നിങ്ങൾ അസ്യൂം ചെയ്യുക. ആ പാർട്ടിക്കിളിന് ഈ ബോക്സിനകത്ത് ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ മാത്രമേ ഇതിന് മൂവ് ചെയ്യാൻ പറ്റൂ. ആ പാർട്ടിക്കിളിൻ്റെ വേവ് ഫംഗ്ഷനാണ് psi.
ഇതിന് ചുറ്റും വേവ് ഫംഗ്ഷൻ കാണത്തില്ല. സൈ ഈക്വൽ ടു 0 ആണ് രണ്ടെണ്ടിലും. ഇതിൻ്റെ ലെന്ത് ഞാൻ 0 to L ആയിട്ട് മാർക്ക് ചെയ്യാണ്. ഇനി ഈ പാർട്ടിക്കിളിൻ്റെ പൊട്ടൻഷ്യൽ നമുക്ക് നോക്കാം. ഇവിടെ V ഈക്വൽ ടു 0 ആയിട്ട് ഞാൻ അസ്യൂം ചെയ്യുന്നു. ഇവിടെ V ഈക്വൽ ടു ഇൻഫിനിറ്റി ആണ്. അതായത് ഇൻഫിനിറ്റ് വെല്ലിലാണ് ഈ പറയുന്ന പാർട്ടിക്കിൾ അകപ്പെട്ടിരിക്കുന്നത്. സോ ഈ പാർട്ടിക്കിളിന് ഇൻഫിനിറ്റ് എനർജി സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ വെല്ലിൽ നിന്ന് ഈ പാർട്ടിക്കിളിന് ഇതിന് പുറത്തോട്ട് വന്ന് പോകാൻ കഴിയത്തുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ കൺസെപ്റ്റ്. സോ നമുക്ക് ഇക്വേഷൻ 4 നിന്ന് വെല്ലിനകത്തുള്ള ഈ പാർട്ടിക്കിളിൻ്റെ വേവ് ഫംഗ്ഷൻ നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ നോക്കാം. സോ ഇക്വേഷൻ 4 നിന്ന് -h² / 8m² d² dx² പ്ലസ് വി സൈഡ് ടേം 0 ആവും. കാരണം പൊട്ടൻഷ്യൽ ഇനെ വെൽ എന്ന് പറയുന്ന 0 ആയിട്ടാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ടേം 0 ആയിട്ട് മാറും. സോ ഈക്വൽ ടു ഈ സൈ ഇക്വേഷൻ 5 ആയിട്ട് ഞാനിത് മാർക്ക് ചെയ്തു. നെക്സ്റ്റ് ഞാൻ ഈ d² dx² ഒന്ന് റീഅറേഞ്ച് ചെയ്യുകയാണ്. ഈ ഇക്വേഷൻ 5 റീഅറേഞ്ച് ചെയ്യാണ്. d² dx² ഈക്വൽ ടു 8m² e/h², റൈറ്റ്, ഇൻറ്റു സൈ. ഞാൻ വേറൊന്നുമല്ല ചെയ്ത, ഈ സൈ ഞാൻ ഇതുപോലെ തന്നെ ഇവിടെ മെയിൻറ്റെയിൻ ചെയ്തു. 8m²/h² ഞാൻ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് മൂവ് ചെയ്തു. ഇവിടെ സൈൻ എന്ന് പറയുന്നത് ഇമ്മറ്റീരിയൽ ആണ്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് k², റൈറ്റ്, ഈ എക്സ്പ്രഷനിൽ നിന്ന് k² ഈക്വൽ ടു 8m²/h² ആയിട്ട് എനിക്ക് മാർക്ക് ചെയ്യാം. ഇതിനെ ഞാൻ ഇക്വേഷൻ 6 ആയിട്ടും ഇത് 7 ആയിട്ട് ഞാൻ മാർക്ക് ചെയ്യാണ്. ഇക്വേഷൻ 6 എന്ന് പറയുന്ന ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനാണ്. അതിൻ്റെ ജനറൽ സൊല്യൂഷൻ വരുന്നത് ψ ഓഫ് എക്സ് ഈക്വൽ ടു e⁻⁴ ആൻഡ് ψ ഓഫ് എക്സ് ഈക്വൽ ടു e⁻⁻⁴ ആയിട്ടാണ്. എഗെയിൻ ഈ ഇക്വേഷനെ ഞാൻ 8 ആയിട്ട് മാർക്ക് ചെയ്യാണ്. പാർട്ടിക്കിളിന് ലെഫ്റ്റിലോട്ടും റൈറ്റിലോട്ടും മൂവ് ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആക്ച്വലി കോമ്പിനേഷൻ ആയിരിക്കും നമുക്ക് വേവ് ഫംഗ്ഷൻ ആയിട്ട് വരുന്നത്. സോ ψ ഓഫ് എക്സ് ഈക്വൽ ടു ഞാൻ ഈ എക്സ്പ്രഷൻ എടുക്കുകയാണ്. അവിടെ കോൺസ്റ്റൻറ്റും കൂടെ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. a × e⁻⁴ പ്ലസ് b × e⁻⁻⁴. ഇതിനെ ഞാൻ ഇക്വേഷൻ 9 ആയിട്ട് മാർക്ക് ചെയ്തു. നെക്സ്റ്റ്, വേവ് ഫംഗ്ഷൻസ് എപ്പോഴും ബൗണ്ടറി കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഇവിടെ പൊട്ടൻഷ്യൽ ബോക്സിന് ലെഫ്റ്റ് സൈഡ് വരുന്നിടത്ത് ഈ പറയുന്ന വേവ് ഫംഗ്ഷൻ 0 ആണ്. സോ അതുകൊണ്ട് തന്നെ b ഈക്വൽ ടു -a ആയിട്ടാണ് നമുക്ക് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത്. സോ ψ ഓഫ് എക്സ് ഈക്വൽ ടു a × e⁻⁻⁴ മൈനസ് കോമൺ ആയിട്ട് എടുക്കാം. സോ അതുകൊണ്ട് തന്നെ e⁻⁻⁴, റൈറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 2 × i sin kx. സോ അതിന് ഞാൻ വേറൊരു കോൺസ്റ്റൻ്റ് ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. c × sin kx ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഇക്വേഷൻ 10 ആയിട്ട് ഞാൻ മാർക്ക് ചെയ്യാം. ഇവിടെ അഗെയിൻ e⁻⁻⁻ ഫോമിലാണുള്ളത്. സോ അതുകൊണ്ട് ഡിവൈഡഡ് ബൈ 2 ഇവിടെ ഉണ്ടാവും. ദാറ്റ് ഈസ് ഈക്വൽ ടു sin kx ആയിട്ടാണ് വരുന്നത്. സോ അതുകൊണ്ടാണ് എനിക്ക് 2ia sin kx ആയിട്ട് എനിക്ക് മാർക്ക് ചെയ്യാൻ പറ്റുക. സോ അതാണ് ഇവിടെ c sin kx ആയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഫസ്റ്റ് ബൗണ്ടറി കണ്ടീഷനാണ് കാൽക്കുലേറ്റ് ചെയ്തത്. എക്സ് ഈക്വൽ ടു 0 ആകുന്ന കേസാണ് എടുത്തത്. ഈ നെക്സ്റ്റ് ബൗണ്ടറി കണ്ടീഷൻ എക്സ് ഈക്വൽ ടു L ആവുന്ന കേസാണ് ഞാൻ ചെക്ക് ചെയ്യുന്നത്. അവിടെ എടുക്കുമ്പം ψ ഓഫ് L ഈക്വൽ ടു c sin kl ആയിട്ട് വരും, റൈറ്റ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0. എഗെയിൻ ഇവിടെയും 0 ആയിട്ട് വരും. ബട്ട് ഒരിക്കലും c 0 ആവത്തില്ല. അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ sin kl മസ്റ്റ് ബി 0. ദാറ്റ് ഈസ് sin kl ഈക്വൽ ടു 0 എന്ന് പറയുമ്പം kl എന്ന് പറയുന്നത് n π ആയിട്ടായിരിക്കും വരുന്നത്, റൈറ്റ്. ഇനി ഞാൻ ഈ ഇക്വേഷനെ 11 ആയിട്ട് മാർക്ക് ചെയ്യാണ്. ഇക്വേഷൻ 7 ഞാൻ ഈ 11 കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 11 × 7 ഗീവ്സ്, ഇതിനെ ഞാൻ ഇയുടെ ഫോമിൽ ആദ്യം മാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. e ഈക്വൽ ടു k²h²/8m². സോ ദാറ്റ് ഈസ് ഈക്വൽ ടു k² ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. n² π² h² ഡിവൈഡഡ് ബൈ 8m². സോ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത് n² h² ഡിവൈഡഡ് ബൈ 8ml². ഈ നമ്പർ എന്നിനെയാണ് ആക്ച്വലി ക്വാണ്ടം നമ്പറായിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി ഈ എക്സ്പ്രഷൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കണക്കൊരു പാർട്ടിക്കിൾ പൊട്ടൻഷ്യൽ ബോക്സിനകത്ത് അകപ്പെട്ട് കഴിഞ്ഞാൽ എനർജി എപ്പോഴും ഡിസ്ക്രിറ്റൈസ്ഡ് ആണ്. അതായത് n = 1, 2, 3 എന്നുള്ള ആർബിട്രറി നമ്പേഴ്സാണ് കൊടുക്കേണ്ടത്. ഈ പാർട്ടിക്കിൾ എപ്പോഴും എനർജി ലെവൽസ് കാണിക്കുന്നത് ഡിസ്ക്രിറ്റൈസ്ഡ് ഫോമിലാണ് വരുന്നത്. ഇക്വേഷൻ 10 നിന്ന് എനിക്ക് മാർക്ക് ചെയ്യാൻ പറ്റിയത് ψ ഓഫ് എക്സ് ഈക്വൽ ടു c sin kx ആണ്. ബട്ട് k = n π/L ആണ്. സോ അതുകൊണ്ട് തന്നെ n π
എക്സ് ബൈ എൽ ആയിട്ട് മാർക്ക് ചെയ്യാം. ഇത് ഇക്വേഷൻ 13 ആയിട്ട് ഞാൻ മാർക്ക് ചെയ്തു. ഇനി ഇതിൻ്റെ ഫൈനൽ എക്സ്പ്രഷൻസിലേക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി ഞാനിവിടെ നോർമലൈസേഷൻ കണ്ടീഷൻ അപ്ലൈ ചെയ്യാണ്. നോർമലൈസേഷൻ കണ്ടീഷൻ സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത് വേറൊന്നുമല്ല, -∞ to +∞. ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വേവ് ഫംഗ്ഷൻ psi ഓഫ് എക്സ് സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു 1 ആണ്. ബട്ട് നമുക്കറിയാം ഇവിടെ 0യ്ക്കും എല്ലിനും ഇടയ്ക്ക് മാത്രമാണ് ഈ പാർട്ടിക്കിൾ ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് ഇൻ്റഗ്രൽ 0 to L റൈറ്റ് 0 to L psi എക്സ് സ്ക്വയർ ഡി എക്സ് ഈക്വൽ ടു 1 ആയിട്ട് മാർക്ക് ചെയ്യാം. സോ ഇവിടെ ഞാൻ psi ഓഫ് എക്സിനൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ടും കൂടെ ചെയ്യാണ്. സോ ഇൻ്റഗ്രൽ 0 to L psi ഓഫ് എക്സ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. സി സ്ക്വയർ സൈൻ സ്ക്വയർ n pi x by L റൈറ്റ് ഡി എക്സ് ഈക്വൽ ടു 1. സോ ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എനിക്ക് സിയുടെ വാല്യൂ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. സി ഈക്വൽ ടു √2/L ആയിട്ട് ഒബ്റ്റെയിൻ ചെയ്തു. സോ ഈ √2/L എനിക്ക് ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി വേവ് ഫംഗ്ഷൻ്റെ. സോ psi ഓഫ് എക്സ് ഈക്വൽ ടു, അതായത് വേവ് ഫംഗ്ഷൻ ഈക്വൽ ടു √2/L സൈൻ n pi x by L. ഇതെനിക്ക് വേവ് ഫംഗ്ഷൻ്റെ എക്സ്പ്രഷൻ കിട്ടി. ഇതിനെ ഞാൻ ഇക്വേഷൻ 14 ആയിട്ടും മാർക്ക് ചെയ്യാണ്. സോ ഈ വേവ് ഫംഗ്ഷൻ്റെ എക്സ്പ്രഷനിൽ നിന്ന് നമുക്ക് ഇതിൻ്റെ കറസ്പോണ്ടിങ് ഫിഗർ ഒന്ന് പ്ലോട്ട് ചെയ്യാവുന്നതാണ്. ഈ ഫിഗർ തന്നെയാണ് നമ്മളെ പാരബോളിക് ആൻഡ് ട്രയാങ്കുലർ ക്വാണ്ടം വിലകളിലെല്ലാം പ്ലോട്ട് ചെയ്തിരുന്നത്. ഫസ്റ്റ് n = 1 പ്ലോട്ട് ചെയ്യുമ്പം എനിക്ക് ആൾമോസ്റ്റ് ഷേപ്പ് ഈ ഫോമിൽ കിട്ടി. അതായത് ഒറ്റ പീക്ക് മാത്രം വന്നു പോകുന്നു. ഇതെല്ലാം തന്നെ മുമ്പിലുള്ള ട്യൂട്ടോറിയലിൽ ചെക്ക് ചെയ്താണ്. n = 2 ആയപ്പം 2 പീക്ക് വന്നു പോയി. സിമിലർലി n = 3 ആകുമ്പം എനിക്ക് 3 പീക്ക് വന്നു പോകും. ഈ ഫോമിൽ വന്നു റൈറ്റ്. അത് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഈ വേവ് ഫംഗ്ഷൻ്റെ എക്സ്പ്രഷനിൽ n = 1, 2, 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ പാർട്ടിക്കിളിൻ്റെ പൊട്ടൻഷ്യൽ ബോക്സിലെ വേവ് ഫംഗ്ഷൻ്റെ ഷേപ്പ് നമുക്ക് ഈ ഫോമിലാണ് ഒബ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്. സോ ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ വേവ് ഫംഗ്ഷൻ്റെ ഈ എക്സ്പ്രഷൻ ഞാൻ അടുത്ത സ്ലൈഡിലോട്ട് എടുത്ത് എഴുതുകയാണ്. നെക്സ്റ്റ് ഞാൻ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന കണ്ടീഷൻസ് ഒന്ന് ജനറലൈസ് ചെയ്യുകയാണ്. ഞാനൊരു 3 ഡയമെൻഷണൽ ബോക്സ് എടുക്കുകയാണ്. സോ ഈ 3 ഡയമെൻഷണൽ പൊട്ടൻഷ്യൽ ബോക്സിൽ പാർട്ടിക്കിൾ അഗെയിൻ ഇതേ കണക്ക് ബോക്സിനകത്തുണ്ട്. സോ ഔട്ട്സൈഡ് ദ ബോക്സിൽ നമ്മുടെ വേവ് ഫംഗ്ഷൻ വരുന്നത് വേറൊന്നുമല്ല, നേരത്തെ നമ്മൾ ചെക്ക് ചെയ്തതാണ് psi എക്സ് വൈ ഇസെഡ്. 3 ഡയമെൻഷണൽ ആയതുകൊണ്ട് എക്സ് വൈ ഇസെഡ് എടുക്കണം, ഈക്വൽ ടു 0 ആയിരിക്കും. പാർട്ടിക്കിൾ ബോക്സിന് പുറത്ത് കാണാനുള്ള സാധ്യതയില്ല. പാർട്ടിക്കിൾ കംപ്ലീറ്റ്ലി ബോക്സിനകത്താണ്. നമ്മൾ നേരത്തെ വേവ് ഫംഗ്ഷൻ 1 ഡയമെൻഷണൽ ആയിട്ടാണ് ചെയ്തത്. ഇനി ഇതേ പാർട്ടിക്കിൾ ഒരു 3 ഡയമെൻഷണൽ ബോക്സിനകത്ത് വരുമ്പം psi എക്സ് വൈ ഇസെഡ് 3 ഡയമെൻഷനും ഉണ്ടാവും. സോ അതുകൊണ്ട് തന്നെ psi എക്സ് വൈ ഇസെഡ് ഈക്വൽ ടു സൈൻ കെ എക്സ് ബൈ എൽ എന്ന് പറയുന്ന ഫോമിലാണ് നമുക്ക് ജനറേറ്റ് ചെയ്യുമ്പോൾ കിട്ടിയത്. സോ അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഒരു കോൺസ്റ്റൻറ്റ് √2/L ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യാണ്. വീണ്ടും അടുത്ത ടൈമിൽ √2/L വന്നു പോകും. സോ അതുകൊണ്ട് ഞാൻ ഇൻ എഫക്റ്റ് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യാണ്. ഡി ഇൻറ്റു സൈൻ n pi L എക്സ് ആക്സിസിൽ വരുന്നതിന് ഞാൻ കെ എക്സ് ആയിട്ട് മാർക്ക് ചെയ്തു. സോ അതുകൊണ്ട് തന്നെ കെ എക്സ് എക്സ് ഇൻറ്റു സൈൻ കെ വൈ വൈ റൈറ്റ് ഇൻറ്റു സൈൻ കെ ഇസെഡ് ഇസെഡ് ആയിട്ട് മാർക്ക് ചെയ്തു. വെയർ കെ എക്സ് എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് എൻ എക്സ് പൈ ബൈ എൽ എക്സ്. സിമിലർലി കെ വൈയോ കെ വൈ ഈക്വൽ ടു എൻ വൈ പൈ ബൈ എൽ വൈ. സിമിലർലി കെ ഇസെഡോ എൻ ഇസെഡ് പൈ ബൈ എൽ ഇസെഡ്. സോ നമ്മൾ ലാസ്റ്റ് എഴുതിയ എക്സ്പ്രഷൻ 14 ആയിരുന്നു. അപ്പോൾ ഇതിനെ ഞാൻ 14 ആയിട്ട് തന്നെ മാർക്ക് ചെയ്തു. ഇതിനെ ഞാൻ ഇക്വേഷൻ 15 ആയിട്ട് മാർക്ക് ചെയ്തു. ഇതിനെ ഇക്വേഷൻ 16 ആയിട്ട് മാർക്ക്. നെക്സ്റ്റ് നമുക്ക് എനർജിയുടെ എക്സ്പ്രഷൻ നോക്കാം. ഇത് നമുക്ക് നേരത്തെ കിട്ടിയതാണ്. E = n² h² by 8mL². ഇക്വേഷൻ 12 ആണ്. അത് ഞാൻ ഇങ്ങോട്ട് എടുക്കുകയാണ്. n² h² by 8mL². റൈറ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് 1 ഡയമെൻഷണൽ കേസിലായിരുന്നു നമ്മൾ ഡെറൈവ് ചെയ്തിരുന്നത്. ഇതിൽ കോൺസ്റ്റൻസ് ഞാൻ ഔട്ട്സൈഡ് ആയിട്ട് എടുക്കുകയാണ്. h² by 8m റൈറ്റ്. h² by 8m ഇൻറ്റു ബാലൻസ് വരുന്ന n² by L² ആണ്. ഇത് ഓരോ ഡയമെൻഷനിലായിട്ട് മാർക്ക് ചെയ്യാണ് ചെയ്യുന്നത്. n² ആണ്. സോ nx² by lx² പ്ലസ് ny² by ly² പ്ലസ് nz² by lz². ഇതിനെ ഞാൻ ഇക്വേഷൻ 17 ആയിട്ട് മാർക്ക് ചെയ്തു. നെക്സ്റ്റ് ഞാൻ ഫസ്റ്റ് കേസ് ഞാൻ ചെക്ക് ചെയ്യാണ്. Lx = Ly = Lz = L ആയിട്ട് ഞാൻ മാർക്ക് ചെയ്യാണ്. സോ അങ്ങനെ വരുമ്പം എനിക്ക് ഈ എക്സ്പ്രഷനിൽ E = h² by 8m L² ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. ഇൻറ്റു nx² പ്ലസ് ny² പ്ലസ് nz² ആയിട്ട് മാർക്ക് ചെയ്യാം. സോ ഇതിൽ h² by 8m L² ഞാൻ E0 ആയിട്ട് ഡിനോട്ട് ചെയ്യാണ്. E0
ഇൻറ്റു എൻ എക്സ് സ്ക്വയർ പ്ലസ് എൻ വൈ സ്ക്വയർ പ്ലസ് എൻ ഇസഡ് സ്ക്വയർ. റൈറ്റ്, ഇക്വേഷൻ 18. നെക്സ്റ്റ് ഞാൻ എൻ എക്സ് എൻ വൈ എൻ ഇസഡ് ഇതിന് ഞാൻ 211 എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ 121 എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ 112 എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്തു. ഇതിൽ ഏത് വാല്യൂ കൊടുത്തിരുന്നാലും ഇതിൻ്റെ ഫൈനൽ ആൻസർ സെയിം ആയിട്ടാണ് വരുന്നത്. കാരണം 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ആണ് ആദ്യം എടുക്കുന്നത്. പിന്നീട് എടുക്കുമ്പോഴോ 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ആണ്. അപ്പോൾ അത് എങ്ങനെ എടുത്തിരുന്നാലും സെയിം ആയിട്ടാണ് വരുന്നത്. ഇങ്ങനെ വരുന്ന എനർജി സ്റ്റേറ്റ്സിനെയാണ് ഡീജനറേറ്റ്സ് എനർജി സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത്. ഡീജനറേറ്റ്സ്. സോ ഇത് നമ്മളൊന്ന് പ്ലോട്ട് ചെയ്യുമ്പം എനർജി ലെവൽസ് വേഴ്സസ് ക്വാണ്ടം നമ്പറായിട്ട് ഞാൻ ട്രേസ് ചെയ്യുമ്പം ഇവിടെ കറസ്പോണ്ടിങ് ഈ 3 കോമ്പിനേഷൻസിനും സെയിം എനർജി ലെവലാണ് വരുന്നത്. അതിൻ്റെ വാല്യൂ ഓൾമോസ്റ്റ് 9E0 വരും. റൈറ്റ്, അപ്പം ഇങ്ങനെ വരുന്ന, അതായത് ഒരു പർട്ടിക്കുലർ എനർജി ലെവലിൽ 3 ക്വാണ്ടം നമ്പേഴ്സ് കറസ്പോണ്ടിങ്ങിൽ ഒന്ന് തന്നെ വരും. അപ്പം ഇങ്ങനെ വരുന്ന കണ്ടീഷനെയാണ് നേരത്തെ മെൻഷൻ ചെയ്ത കണക്ക് ഡീജനറസി ആയിട്ട് വരുന്നത്. സോ ഇതിൽ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കുക, LX LY LZൻ്റെ ലെന്ത് വളരെ ചെറുതാക്കുകയാണ്. നാനോ സൈസിലോട്ട് എത്തുമ്പോഴാണ് ഇത് ആക്ച്വലി ക്വാണ്ടം ഡോട്ടായിട്ടും മാറുന്നത്. നെക്സ്റ്റ്, ഇതിനെ ഒരു ഡയമെൻഷനിൽ മാത്രം ഫ്രീ ആയിട്ട് ഞാൻ മൂവ് ചെയ്യാൻ അനുവദിക്കുകയാണ്. അപ്പം അങ്ങനെ വരുന്ന കേസിന് വേണ്ടി കേസ് 2 ആയിട്ട് എടുക്കാം. അത് ആക്ച്വലി ക്വാണ്ടം വയറിനെ കറസ്പോണ്ട് ചെയ്യുന്നതാണ്, ക്വാണ്ടം വയർ. സോ അതുകൊണ്ട് തന്നെ ആ എക്സ്പ്രഷൻ, നമ്മൾ എനർജിയുടെ എക്സ്പ്രഷൻ ചെക്ക് ചെയ്യുമ്പോൾ E=h²/8m ഇവിടെ 3 ഡയമെൻഷനിലും കൺസ്ട്രെയിൻഡ് ആയിരുന്നു. അപ്പോൾ ഇവിടെ ആകുമ്പോൾ 2 ഡയമെൻഷനിലേ ഉള്ളൂ. അതുകൊണ്ട് nx²/L². റൈറ്റ്, ഞാനിവിടെ Lx = Ly = L ആയിട്ട് മാർക്ക് ചെയ്തു. സോ അതുകൊണ്ട് nx²/L² ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റി, പ്ലസ് ny²/L² ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റി, പ്ലസ് ഈ ഒരു ടൈമിൽ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റും ഒരു ആക്സിസിൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെ kz വേവ് വെക്ടറായിട്ട് മാർക്ക് ചെയ്യാണ്, kz² ആയിട്ട്. സോ ഇതുവരെയുള്ള മൊമെൻറ്റിൽ നമ്മൾ ചെക്ക് ചെയ്ത് വന്നു എന്ന് പറയുന്നത്, ഫസ്റ്റ് വേവ് ഫംഗ്ഷൻ ജനറേറ്റ് ചെയ്തു, വേവ് ഫംഗ്ഷൻ ചെക്ക് ചെയ്തു, എനർജിയുടെ എക്സ്പ്രഷൻ ചെക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്വാണ്ടം ഡോട്ടിൻ്റെയും ക്വാണ്ടം വയറിൻ്റെയും എനർജിയുടെയും സിമിലർലി വേവ് ഫംഗ്ഷൻ്റെയൊക്കെ എക്സ്പ്രഷൻസ് ആണ് നോക്കിയത്. ഇനി നമുക്ക് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സിൻ്റെ എക്സ്പ്രഷനിലേക്ക് പോകാം. സോ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സിൻ്റെ എക്സ്പ്രഷനിലേക്ക് വരുമ്പം നമ്മളത് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ G(E) ആണ്. ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് നേരത്തെ ഞാൻ മെൻഷൻ ചെയ്ത കണക്ക് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ്, എത്ര സ്റ്റേറ്റ്സ് ഇലക്ട്രോൺസിന് ഒരു പർട്ടിക്കുലർ എനർജി ഇൻ്റർവെല്ലിന് ഒക്യുപ്പൈ ചെയ്യാൻ അവൈലബിൾ ആവുന്നു എന്നുള്ളതാണ്. ഒരു യൂണിറ്റ് വോളിയത്തിൽ എത്ര ഇലക്ട്രോൺസ് ഇക്കും E+ΔEക്കും എനർജി റേഞ്ചിൽ വരുന്നു എന്നുള്ളത് നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. സോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ബിറ്റ്വീൻ E ആൻഡ് E+ΔE വിത്തിൻ എ യൂണിറ്റ് വോളിയം. സോ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് NE∆E പർട്ടിക്കുലർ എനർജി ഇൻ്റർവെല്ലാണ് ഈക്വൽ ടു ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് ഫംഗ്ഷൻ GE ഇൻറ്റു പ്രോബബിലിറ്റി ഫംഗ്ഷൻ. ഇവിടെ ഫെർമി ഡയറാക് പ്രോബബിലിറ്റി ഫംഗ്ഷനാണ് യൂസ് ചെയ്യേണ്ടത്. സോ അതുകൊണ്ട് തന്നെ FE ഇൻറ്റു ΔE. സോ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സിൻ്റെ എക്സ്പ്രഷൻ GE ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി നമുക്ക് എനർജിയുടെ എക്സ്പ്രഷൻ നോക്കണം. എനർജിയുടെ എക്സ്പ്രഷൻ നമ്മൾ നേരത്തെ ഡെറൈവ് ചെയ്തതാണ്, ഇക്വേഷൻ 17 തരുന്നതാണ്. E = n²h²/8mL². അതിന് nx ny nz സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാവും. ദാറ്റ് ഈസ് E = nx² + ny² + nz² ഡിവൈഡഡ് ബൈ 8mL² ഇൻറ്റു h². നെക്സ്റ്റ് നമ്മുടെ എയിം ഈ ക്വാണ്ടം നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ക്വാണ്ടം നമ്പേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ റേലെ സ്കീമാണ് യൂസ് ചെയ്യുന്നത്. റേലെ സ്കീമിൻ്റെ കൺസെപ്റ്റ് വെച്ച് ഈ n സ്പേസ് nx ny nzനെ ഞാൻ ഒരു റേഡിയസ് r ആയിട്ട് ഡിഫൈൻ ചെയ്യുകയാണ്. r = √(n)x² + ny² + nz² ആയിട്ട് മാർക്ക് ചെയ്യാണ്. ഇതിന് നമുക്ക് എക്സ്പ്രഷൻ ലാസ്റ്റ് നമ്മൾ മാർക്ക് ചെയ്ത് നിർത്തിയത് ഇതിനെ 19 ആയിട്ട് മാർക്ക് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇത് 20 ആയിട്ട് ഞാനിവിടെ മാർക്ക് ചെയ്യാം. നെക്സ്റ്റ് ഞാൻ r = √(nx²+ny²+nz² ആയിട്ട് ഞാനിപ്പോൾ മാർക്ക് ചെയ്തു. സോ ഞാൻ ആറിൻ്റെ ടേംസിൽ E റെപ്രസെൻറ്റ് ചെയ്യണം. ഈ ഇതിന് തൊട്ട് മുമ്പിലുള്ള എക്സ്പ്രഷനാണ്. അപ്പോൾ അതിൽ നിന്ന് nx² + ny² + nz² ഈക്വൽ ടു E ഇൻറ്റു 8mL²/h². ദാറ്റ് ഈസ് r = ഇതിൻ്റെ സ്ക്വയർ റൂട്ട്. റൈറ്റ്, സോ 8ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 2√2 ആണ്. 2√2 ഇൻറ്റു എഗെയിൻ എമ്മിനും സ്ക്വയർ റൂട്ട് വരും. സോ 2√2m ഇക്കും സ്ക്വയർ റൂട്ട് വന്നു 2√2m E L/h.
സോ നമുക്ക് നമ്പർ ഓഫ് അവൈലബിൾ സ്റ്റേറ്റ്സ് എൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഇതൊരു സ്പിയറിൻ്റെ ഇക്വേഷനിലാണെന്ന് പറഞ്ഞു. സ്പിയറിന് ചുറ്റുമായിട്ടാണ് നമ്മൾ എടുത്തു പോകുന്നത്. അതുകൊണ്ട് സ്പിയറിൻ്റെ വോളിയം എന്ന് പറയുന്നത് 4/3 പൈ r³ ആണ്. നെക്സ്റ്റ് ഇവിടെ നമ്മൾ നോക്കേണ്ടത് nx, ny, nz. അത് ക്വാണ്ടം നമ്പേഴ്സാണ്, അത് പോസിറ്റീവ് നമ്പേഴ്സാണ്. പോസിറ്റീവ് നമ്പേഴ്സ് nxും nyയും nzും സൈമൾട്ടേനിയസ്ലി പോസിറ്റീവായിട്ട് വരിക എന്ന് പറയുന്നത് ടോട്ടൽ സ്പിയറിൻ്റെ 1/8 ഭാഗത്ത് മാത്രമായിരിക്കും. സോ അതുകൊണ്ട് 1/8 കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ 8 കൊണ്ടുവന്ന് ഡിവൈഡ് ചെയ്ത് ഇൻറ്റു ഒരു ഇലക്ട്രോണിന് 2 സ്പിന്നുണ്ട്, റൈറ്റ്. അപ്പോൾ അത് രണ്ടും അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി 2 കൊണ്ടുവന്ന് മൾട്ടിപ്ലൈ ചെയ്തു. സോ ആറിൻ്റെ എക്സ്പ്രഷൻ തൊട്ട് മുമ്പിൽ എഴുതിയിട്ടുണ്ട്. സോ അതൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. 2 × 1/8 × 4/3 × പൈ × r³ r³ എന്ന് പറയുന്നത് 2√2 ക്യൂബ്, റൈറ്റ്. 2√2 ക്യൂബ് ഇൻറ്റു me raised to 3/2 L³/h³. സോ ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യുമ്പം ഈ 8ഉം 4 × 2 8ഉം പോയി. സോ ഇവിടെ നിന്ന് ഒരു 8 ഉണ്ടാവും. സോ അതുകൊണ്ട് 8π/3, റൈറ്റ്. 8π/3 √2 ക്യൂബ്, ദാറ്റ് ഈസ് 2me raised to 3/2, റൈറ്റ്. L³/h³. നെക്സ്റ്റ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് പെർ യൂണിറ്റ് വോളിയം സ്മോൾ എൻ കിട്ടാൻ വേണ്ടി ഇപ്പോൾ കിട്ടിയിരിക്കുന്ന നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് ക്യാപിറ്റൽ N ഡിവൈഡഡ് ബൈ L³ ചെയ്യണം. ദാറ്റ് ഈസ് 8π/3 2me raised to 3/2/h³. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫൈനൽ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാം. ഫൈനൽ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് G of E = dN/dE. ദാറ്റ് ഈസ് ഈക്വൽ ടു ഈ ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു ഇ ആയിട്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതിയാകും. സോ അത് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത് 4π × 2m raised to 3/2/h³ × √e. സോ ഒരു 3D ബൾക്ക് സെമി കണ്ടക്ടറിൻ്റെ കാരിയർ ഡെൻസിറ്റി N കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇവിടെ തന്നിരിക്കുന്ന ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സിൻ്റെ ഈ എക്സ്പ്രഷനെ ഒന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് N = EC കണ്ടക്ഷൻ ബാൻഡ് EC to infinity NEDE, റൈറ്റ്. NEDE ദാറ്റ് ഈസ് ഈക്വൽ ടു അതിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡ്, ദാറ്റ് ഈസ് EC കണ്ടക്ഷൻ ബാൻഡ് ടു ഇൻഫിനിറ്റി GE FE DE. നെക്സ്റ്റ് ഇതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. നമുക്ക് ജിയുടെ എക്സ്പ്രഷൻ, ഇതിലെ ജിയുടെ എക്സ്പ്രഷൻ ഇവിടെ ഉണ്ട്. FE എന്ന് പറയുന്ന ഫെർമി ഡിറാക് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. അതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതോടുകൂടി നമുക്ക് കാരിയർ ഡെൻസിറ്റി ഒബ്റ്റെയിൻ ചെയ്യും. സോ നമുക്ക് കാരിയർ ഡെൻസിറ്റി N0 = ഞാൻ N0 ആയിട്ട് മാർക്ക് ചെയ്യാൻ കാര്യം തെർമൽ ഇക്വിലിബ്രിയം ആയതുകൊണ്ടാണ്. N0 = ഇൻ്റഗ്രൽ EC to infinity, റൈറ്റ്. EC to infinity. നെക്സ്റ്റ് ജിയുടെ എക്സ്പ്രഷൻ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന കണക്ക് ഇവിടെ തന്നിട്ടുള്ളതാണ്. G = 4π2 × എഫക്റ്റീവ് മാസ് ആണ് എടുക്കുന്ന 2 × എഫക്റ്റീവ് മാസ് raised to 3/2/h³. നെക്സ്റ്റ് കണ്ടക്ഷൻ ബാൻഡിൽ നിന്നുള്ള ഡിഫറൻസിലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. √(E - EC) × FE. FE എന്ന് പറഞ്ഞാൽ ഫെർമി ഡിറാക് ഫംഗ്ഷനാണ്. 1/1 + e raised to E - EF/kT. ഫെർമി ഡിറാക് ഫംഗ്ഷൻ്റെ എക്സ്പ്രഷൻ നമ്മൾ സോളിഡ് സ്റ്റേറ്റ് ഡിവൈസിൽ നിന്ന് പഠിച്ചിട്ടുള്ളതാണ്. അതാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് × DE. സോ ഇതോടുകൂടി നമ്മുടെ ഡെറിവേഷൻ്റെ കൺക്ലൂഡിംഗ് പാർട്ടിലേക്ക് എത്തിക്കഴിഞ്ഞു. നമ്മളിപ്പോൾ തന്നെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സിൻ്റെ എക്സ്പ്രഷൻ നമ്മളിവിടെ ഡെറൈവ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ ഞാൻ കാരിയർ ഡെൻസിറ്റിയും കൂടെ കാൽക്കുലേറ്റ് ചെയ്തു എന്നേ ഉള്ളൂ. സോ അതുകൊണ്ട് തന്നെ 3D സിസ്റ്റത്തിൻ്റെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് G3DE = d/dE ഓഫ് ഡെറിവേറ്റീവ് ഓഫ് കാരിയർ ഡെൻസിറ്റി ഓഫ് 3D സിസ്റ്റം. ഇത് നമ്മളൊരു റെഫറൻസിനെ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 4π2m* എഫക്റ്റീവ് മാസ്സാണ് 2m* raised to 3/2/h³ × √e. ഒരു ഞാൻ പറഞ്ഞ കണക്ക് ഒരു റെഫറൻസ് എനർജി റെഫറൻസ് വെച്ചാണ് ചെയ്യുന്നത്. അതിനെ ഞാൻ മിനിമം എനർജി ലെവലിലായിട്ടും മാർക്ക് ചെയ്യാണ്. സോ ഇതാണ് ആക്ച്വലി 3Dയുടെ അല്ലെങ്കിൽ ബൾക്ക് മെറ്റീരിയലിൻ്റെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സിൻ്റെ എക്സ്പ്രഷൻ വരുന്നത്. നെക്സ്റ്റ് നമ്മൾ 2 ഡയമെൻഷനിൽ മോഷനുള്ള കേസ് എടുക്കുമ്പോഴത്തേക്ക് G2D ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സിൻ്റെ എക്സ്പ്രഷൻ നമുക്ക് വരുന്നത് ഡെറിവേറ്റീവ് ഓഫ് d/dE ഓഫ് N2D. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഒബ്റ്റെയിൻ ചെയ്യുന്ന 4πm* അതായത് എഫക്റ്റീവ് മാസ് 4π എഫക്റ്റീവ് മാസ് /h² എന്നാണ്.
അതായത് ഇതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇതൊരു കോൺസ്റ്റൻ്റ് ആണ്. അതുകൊണ്ടാണ് അതിൻ്റെ കേസിൽ നമുക്ക് ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സിൻ്റെ ഫംഗ്ഷൻ ഈ സ്റ്റെയർ കേസ് വേമിൽ ഒപ്റ്റെയിൻ ചെയ്തു പോകുക. നെക്സ്റ്റ് ഇതിൽ വൺ ഡയമെൻഷൻ കേസും കൂടെ നമുക്ക് ചെക്ക് ചെയ്യാം. അത് വൺ ഡയമെൻഷൻ കേസിൻ്റെ ഒപ്റ്റെയിൻ ചെയ്യുന്നത് d/d ഓഫ് വൺ ഡയമെൻഷനിൻ്റെ, അതായത് n1d ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ്, നമുക്ക് ഫൈനൽ ആൻസർ ഒപ്റ്റെയിൻ ചെയ്യുന്ന ഈ ഫോമിലാണ് 2 ഇൻറ്റു എഫക്റ്റീവ് മാസ് ബൈ h സ്ക്വയർ ഇൻറ്റു 1/√ ഓഫ് E മൈനസ് ഇ മിനിമം. സോ അതുകൊണ്ടാണ് ഇതിൻ്റെ ഷേപ്പ് നമുക്ക് ഈ ഫോമിൽ വന്നു പോകുന്നത്. സിമിലർലി G0dd എന്ന് പറയുന്നത്, അതായത് ക്വാണ്ടം ഡോട്ടിൻ്റെ കേസിലെത്തുമ്പോൾ കംപ്ലീറ്റ്ലി ഡിസ്ക്രിറ്റൈസ്ഡ് ആണ്. അതുകൊണ്ടാണ് അത് ഡെൽറ്റ ഫംഗ്ഷൻ്റെ ഫോമിലും വന്നു പോകുന്നത്. അത് ഈക്വൽ ടു ഡെൽറ്റ ഇ ആയിട്ടായിരിക്കും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. സോ ഞാനിപ്പോൾ 3D 2D 1D ആൻഡ് 0D ബൾക്ക്, സിമിലർലി ക്വാണ്ടം വെൽ, ക്വാണ്ടം വയർ ആൻഡ് ക്വാണ്ടം ഡോട്ടിൻ്റെ ഡെൻസിറ്റി ഓഫ് സ്റ്റേറ്റ്സിൻ്റെയും സിമിലർലി വേവ് ഫംഗ്ഷൻസിൻ്റെയൊക്കെ എക്സ്പ്രഷൻസ് ആയിരുന്നു നമ്മൾ ചെക്ക് ചെയ്തിരുന്നത്. ഇനി ഇതിൻ്റെ കറസ്പോണ്ടിങ് ആ ടെക്സ്റ്റ് ബുക്കിൽ എന്ന് പറയുന്നത് ഞാൻ ഈ ഡെറിവേഷനിൽ യൂസ് ചെയ്ത ഭാഗം ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. സോ മറ്റൊരു ട്യൂട്ടോറിയൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.